أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ ഇൻഷിറാഹിലെ 6 മുതൽ 9 വരെയുള്ള വചനങ്ങളാണ് കേട്ടത്. അർത്ഥം ഇപ്രകാരമാണ്: അപ്പോൾ ഓർമ്മിക്കുക, തീർച്ചയായും പ്രയാസത്തോടുകൂടി അതിനെ തുടർന്ന് ആശ്വാസം ലഭിക്കുന്നതാണ്. അതിനാൽ നീ ഒഴിവായാൽ പരിശ്രമിക്കുക. നീ നിന്റെ നാഥനിലേക്ക് തന്നെ പൂർണ്ണ ഹൃദയത്തോടെ ശ്രദ്ധ തിരിച്ച് ആഗ്രഹം പ്രകടിപ്പിക്കുക. ഇന്നലെ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് ഇന്ന മഅൽ ഉസ്രി യുസ്ര എന്നതിൻ്റെ രണ്ടാമത്തെ അർത്ഥം ഭൗതിക ലോകത്തെയും പരലോകത്തെയും അനുഗ്രഹങ്ങൾ എന്നതാണ്. അതായത് നിങ്ങൾക്ക് ഈ ലോകത്തെയും പരലോകത്തെയും അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതാണ്. അഥവാ ഇനി ആരെങ്കിലും പരലോകത്തെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു എന്നതിന് എന്ത് തെളിവാണ് ഉള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള മറുപടി അള്ളാഹുവിൻ്റെ വിശ്വാസികളായ ദാസന്മാർക്ക് ദർശനങ്ങൾ, കശ്ഫുകൾ, വെളിപാടുകൾ എന്നിവയിൽ നിന്ന് ഓരോരുത്തരുടെയും കഴിവുകൾക്ക് അനുസരിച്ച് അംശം സിദ്ധിക്കുന്നു എന്നതാണ്. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് പരലോകത്തെ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നതെല്ലാം തികച്ചും ശരിയായ കാര്യമാണ് എന്നതിനുള്ള തെളിവാണത്. ഈ ആയത്തിൻ്റെ മറ്റൊരു അർത്ഥം ഇസ്ലാമിന് ഞെരുക്കത്തിൻ്റെയും ആപത്തിൻ്റെയും ഘട്ടം വരുമ്പോൾ അള്ളാഹു അഭിവൃദ്ധിയുടെ പുതിയ ഒരു കവാടം തുറക്കുന്നതാണ് എന്നാണ്. ഇസ്ലാം എന്നേക്കുമായി പരാജയപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല ഒരിക്കലും. ഇസ്ലാമിൻ്റെ സംരക്ഷണത്തിൻ്റെ വാഗ്ദാനമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 2 പ്രാവശ്യം എന്നതുകൊണ്ട് പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 ബഅസത്തുകൾ, ആഗമനങ്ങൾ ആണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് മുഹമ്മദി ബഅസത്തും രണ്ടാമത്തേത് അഹ്മദി ബഅസത്തുമാണ്. ഫഇദാ ഫറഗ്ത ഫൻസബ്, അതിനാൽ നീ ഒഴിവായാൽ പരിശ്രമിക്കുക. ഫറഗ എന്നതിന് പല അർത്ഥങ്ങളുണ്ട്. ഫറഗ മിനൽ അമൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പ്രവൃത്തിയിൽ നിന്ന് ഒഴിവായി എന്നതാണ്. ഫറഗ ലഹു വ ഇലൈഹി എന്ന് പറഞ്ഞാൽ ഖസദ അഥവാ അവൻ ഒരു കാര്യം ഉദ്ദേശിച്ചു എന്നതാണ്. ഫറഗ ഫുലാനുൻ ഫുറൂഖൻ എന്ന് പറഞ്ഞാൽ ഇന്ന വ്യക്തി മരണപ്പെട്ടു എന്നതാണ്. ഫറഗ എന്ന വാക്ക് പാത്രത്തിൻ്റെ കൂടെ ഉപയോഗിച്ചാൽ പാത്രം കാലിയായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഏതെങ്കിലും പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിനും ഫറഗ ഉപയോഗിക്കാറുണ്ട്. നസിബർ റജുലു നസ്ബ, ഒരു വ്യക്തിയെക്കുറിച്ച് ഈ പദം ഉപയോഗിച്ചാൽ, അതായത് ഇദാ ഫറഗ്ത ഫൻസബ് എന്നതിൽ ഫൻസബ് എന്ന വാക്കിനെ കുറിച്ചാണ് പറയുന്നത്. നസിബർ റജുലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി തളർന്നുപോയി എന്നതാണ്. നസിബ ഫിൽ അമ്ർ എന്നാൽ അവൻ പരിശ്രമിക്കുകയും പ്രയത്നിക്കുകയും ചെയ്തു എന്നാണ്. ഇവിടെ ഈ അർത്ഥമാണ് ഈ ആയത്തിനുള്ളത്. അതായത് നീ ഒഴിവായാൽ പരിശ്രമിക്കുന്നതിൽ മുഴുകുക. ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.